മുസ്ലിം കൺസോളിഡേഷനും ക്രിസ്ത്യൻ കൺസോളിഡേഷനും കേരളത്തിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UDF വിശ്വസിക്കുന്നത്. അതിൽ മാത്രമാണ് അവരെ പ്രതീക്ഷയും. അവർ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം മുന്നോട്ട് കൊണ്ടുവന്ന് അത് വിജയിപ്പിക്കാനോ ഇലക്ഷൻ നടന്ന സമയങ്ങളിൽ ഒന്നും അത് ചർച്ചയാക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏക ചർച്ചയായ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തത്. ഈ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്തേക്ക് വന്ന സമയത്ത് എന്താണ് നമ്മൾ കാണുന്നത്? ഈ വയനാട്ടിലെ വീട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണം കോൺഗ്രസ് കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു അഴിമതി സർക്കാർ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ട് എന്ന് വലിയ രീതിയിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന RSSും BJPയും തമ്മിലുള്ള ബന്ധം, CPM തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ രീതിയിലുള്ള ഈ ന്യൂനപക്ഷങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളോടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ജനകീയ സർക്കാർ വേണം, കേരളത്തിൽ വികസനം നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് ഉന്നയിച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ന്യൂനപക്ഷ ഏകീകരണം നടക്കുന്നത് കൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ആ വോട്ടിൽ വിജയിച്ച് കയറാം എന്നുള്ള രീതിയിൽ വരികയും ആണോ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലും ഈ പറഞ്ഞ ഇലക്ഷൻ നടന്ന സമയങ്ങളിലെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്? ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്, ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണ് UDF പ്രതീക്ഷ വെക്കുന്നത്, അതുകൊണ്ട് അവർ 100 സീറ്റിലേക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതാണ് അവർ വിശ്വസിക്കുന്നതും. അതുമായി അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല. ഇലക്ഷൻ വരുന്നതിന് മുന്നേ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള അവരവരുടെ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവന്നു. പന്തലിടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇലക്ഷന് മുമ്പ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, KPCC ഓഫീസിന് മുന്നിൽ പന്തലിടുന്ന പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി മാത്രം ഉണ്ടാകുക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. സ്മൃതി, ഇതൊരു വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ UDFന്റെ കോൺഫിഡൻസ് ഇത്രത്തോളം എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. അതിനവർ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ ബെൽറ്റുകളിലുള്ള വലിയ പോളിംഗ് ശതമാനമാണ്. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗാണ്. രാവിലെ മുതൽ തന്നെ കണ്ട വലിയ പോളിംഗ് ആ ഒഴുക്കിൻ്റെ സൂചനയായിട്ട് പറയുന്നു. ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ കെട്ടുറപ്പോടു കൂടിയുള്ള കേഡർ സംവിധാനത്തോടു കൂടിയുള്ള പ്രവർത്തനം, അത് മലപ്പുറത്ത് മാത്രമല്ല, കരുനാഗപ്പള്ളിയിൽ, ആലുവയിൽ, ഇവിടെ കളമശ്ശേരിയിൽ അടക്കം അത് പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ UDFന്റെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണോ? ഇത് ഈ ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണം എന്ന പ്രയോഗം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ന്യൂനപക്ഷ വോട്ടുകൾ നേടിയിരുന്നു. അത് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ഘട്ടത്തിൽ അത് നിന്നുപോയിരുന്നു. അത് VD സതീശൻ അത് പുനരാരംഭിച്ചു. അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണല്ലോ പറയുക. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു ഘട്ടത്തിൽ CPM നന്നായി നടത്തിയിരുന്നു. സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മുടങ്ങിപ്പോയ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി നടപ്പാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ക്രിസ്ത്യൻ സമുദായ സഭാ അംഗങ്ങളെ കണ്ട്, സഭാ നേതൃത്വങ്ങളെ കണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ലീഗുമായി ഉണ്ടായിരുന്ന ഒരു അകൽച്ച, ലീഗ് PK കുഞ്ഞാലിക്കൊപ്പം ഉള്ള നേതാവാണോ എന്നുള്ളൊരു തോന്നൽ കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ടാണ് തങ്ങളടക്കമുള്ളവർക്ക് ആ ഒരു ഐക്യം വന്നിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലബാറിൽ എന്ന് പറയുന്നത്, പക്ഷേ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 70 മുതൽ 80 വരെ മണ്ഡലങ്ങളിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാന ഘടകമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അഥവാ പിണറായി വിരുദ്ധ വികാരം പ്ലസ് ന്യൂനപക്ഷ വോട്ടുകൾ, നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അതൊരു ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. അപ്പുറത്ത് ഭൂരിപക്ഷ വോട്ടുകളാണെങ്കിലോ അത് പൂർണ്ണമായും ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ അവകാശപ്പെടാൻ പറ്റില്ല. അതിലൊരു ഭാഗം നേടിയെടുക്കുക. എപ്പോഴും നിർണായകമായ നിഷ്പക്ഷ വോട്ടുകൾ, ആ നിഷ്പക്ഷ വോട്ടുകളിലേക്ക് ഈ വിഷയങ്ങൾ കൂടി കടന്നില്ല. നമുക്ക് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ന്യൂനപക്ഷ ഏകീകരണത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല, പോസിറ്റീവായ കാര്യങ്ങൾ കൂടി അവരിലേക്ക് കടന്നു ചെല്ലുന്ന പല രൂപത്തിലാണ്, അല്ലേ? അതെ മധു, ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന് നമ്മൾ പറയാനും അല്ലെങ്കിൽ ഇത്തവണ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുമുള്ള കാരണം ലീഗ് ഇക്കുറി അതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ പോലെയാണ് എല്ലാ മണ്ഡലങ്ങളിലും കണ്ടിട്ടുള്ളത്. കോൺഗ്രസിന്റെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും ലീഗ് പ്രവർത്തകർ വളരെ ചിട്ടയായിട്ട് നോക്കൂ. 2021 ഇടതുപക്ഷത്തോടൊപ്പം പോയ മുസ്ലിം വോട്ടുകളിൽ പലതും തിരികെ എത്തിക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമുണ്ട്. ആ അർത്ഥത്തിലാണ് LDFിലും ആശങ്കയുള്ളത്. തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പൗരത്വ വിഷയമടക്കം, നേരത്തെ വന്ന മുത്തലാഖ് വിഷയമടക്കം ഒട്ടേറെ വിഷയങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനോടൊപ്പം നിന്നിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ കൊണ്ടുവന്നിട്ടും ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടോ എന്നതാണ് LDFിന്റെ ആശങ്ക. നോക്കൂ, ഇപ്പം ലീഗിന്റെ വോട്ടുകൾ, ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുമ്പോഴും
ന്യൂനപക്ഷത്തിൽ തന്നെ മുസ്ലിം വോട്ടുകളിൽ ഒരു അപ്രമാദിത്വമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇപ്പൊ 2021-ലും 2016-ലും 2 തരംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ലീഗിന്റെ വോട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ലീഗിന്റെ മണ്ഡലങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റമൊന്നും ഇവിടെ ആർക്കും സാധ്യമായിട്ടില്ലല്ലോ. പക്ഷേ കളമശ്ശേരിയിലുണ്ടായി. ഞാൻ ഈ മലബാർ മേഖലയിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ലീഗിന്റെ വോട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. അപ്പൊ ആ മണ്ഡലങ്ങളിൽ ലീഗിനുള്ള സ്വാധീനമോ ലീഗിന്റെ സീറ്റിലോ ഒരു തരംഗത്തിലും ഇളക്കം സംഭവിച്ചിട്ടില്ല. അതിന് പുറത്തേക്ക് ഇപ്പം കളമശ്ശേരിയിൽ ഉണ്ട് എന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. പി രാജീവ് എന്താ എന്ന് പറഞ്ഞത്? പി രാജീവ് പറയുന്നത് കേരളത്തിൽ ആകമാനമോ കളമശ്ശേരിയിലോ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇനി നോക്കൂ, CPM-ന്റെ വോട്ട് ബാങ്കിൽ CPM-ന്റെ കേഡർ വോട്ടിൽ പോലും ന്യൂനപക്ഷ വോട്ടുകളില്ലേ ഉണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ അതിനെ വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലീഗിന്റെ വോട്ടുകൾ പ്രധാനമാണ്. ഇനി മധ്യ കേരളത്തിൽ ഇപ്പൊ ഒരു സെൻട്രൽ ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടല്ലോ, അവിടുത്തെ വോട്ടുകളെ ഇത്തവണ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മിഷൻ BJP-യുടേത് പാളി. അവിടെ നിന്ന് ആ വോട്ട് LDF-ലേക്ക് പോകുമോ കോൺഗ്രസിലേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും സഭകളടക്കം ഇത്തവണ UDF-നോട്, സാധാരണഗതിയിൽ സഭകളുടെ വോട്ട് എന്ന് പറയുന്നത് LDF-ന് അനുകൂലമായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് വിശകലനങ്ങൾ വിവിധ ഏജൻസികളുടേതായിട്ട് വന്നിട്ടുള്ളത്. അത് ഇത്തവണ ഒരു പക്ഷേ അതിനൊരു റിവേഴ്സ് ട്രെൻഡ് ഉണ്ടാകും. അത് UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടേക്കും എന്നുള്ളതാണ് ഒരു വിശദീകരണം. പക്ഷെ നോക്കൂ, ആറന്മുളയിലെ സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ കിട്ടുന്ന വോട്ടുകൾ എങ്ങനെയാണ്? അത് ആരുടെ വോട്ടാണ്? അപ്പോൾ അത് ഓർത്തഡോക്സ് സഭയുടെ വോട്ടാണ്. അപ്പോൾ ആ സഭയുടെ വോട്ടുകൾ LDF-ന് അനുകൂലമായും പോൾ ചെയ്യപ്പെടും. ഇത്തവണ അബിൻ വർക്കി സമാനമായ സാഹചര്യങ്ങൾ വന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ നിലയ്ക്കും വോട്ടുകൾ പൂർണ്ണമായി UDF-ലേക്ക് തന്നെ വരണം എന്നതില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഈ സെൻട്രൽ കേരളയിലെ ക്രിസ്ത്യൻ ബെൽറ്റ് മാത്രമല്ല, തീരദേശ മേഖലകളിലെ ഇപ്പൊ നോക്കൂ, ശശി തരൂരൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ടുകൾ വീഴുന്നത് എവിടെ നിന്നാണ്? അതും ഈ തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്ന് വീഴുന്നതാണ്. അപ്പൊ ആ വോട്ടുകൾ ഇത്തവണ അങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. നാടാർ വോട്ടുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി മാത്രം പോൾ ചെയ്യപ്പെടും എന്ന് വിചാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിലെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലീഗിന്റെ വോട്ടാണ്. ലീഗിന്റെ വോട്ട് സ്ഥിര സ്വഭാവമുള്ള സ്ഥൈര്യമുള്ള വോട്ടുകളാണ് എന്നിരിക്കെ ഇത്തവണ അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല. അതിനുള്ള സാധ്യതകൾ കുറവാണ്. അത് അവിടെ തന്നെ നിൽക്കുന്ന വോട്ടാണല്ലോ. അത് ഇത്തവണത്തെ വിധിയെ മാത്രമായി നിർണായകമായി സ്വാധീനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവിടെയും പി എസ് എനിക്കൊരു സംശയമുള്ളത്, കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ മത്സരിച്ച് 15 സീറ്റുകളാണ് മുസ്ലിം ലീഗ് നേടിയത്. ഇക്കുറി 25-27 സീറ്റുകൾ മത്സരിച്ച് ഏകദേശം 22-23 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയും. ഇപ്പോൾ പുനലൂര് ഒരുപക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കളമശ്ശേരി കടുത്ത മത്സരമാണെങ്കിലും ഒരുപക്ഷെ വിജയിച്ച് കയറിയേക്കാം. അത് ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും തങ്ങൾക്ക് വിജയിക്കാം എന്നൊരു ആത്മവിശ്വാസം മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 25-ൽ 15 ആയിരുന്നത് ഇക്കുറി 22-ഓ 23-ഓ ഒക്കെ ഒരു പക്ഷേ ആക്കിയേക്കാം ലീഗ് എന്നുള്ളത്. അതൊന്ന്. പക്ഷേ ലീഗിന്റെ പ്രഭാവം ലീഗ് മണ്ഡലത്തിൽ മാത്രമല്ല. ഇപ്പോൾ തൃത്താലയിൽ ഇത് റിഫ്ലക്ട് ചെയ്യാം, അത് നാദാപുരത്ത് റിഫ്ലക്ട് ചെയ്യാം, അത് പേരാമ്പ്രയിൽ റിഫ്ലക്ട് ചെയ്യാം. അങ്ങനെ ലീഗിന്റെ സവിശേഷമായ രാഷ്ട്രീയത്തിന്റെ ഒരു ഓറ, രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഫലനം മറ്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാം. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. നമുക്ക് നമ്മുടെ കളമശ്ശേരി മണ്ഡലത്തിലടക്കം ലീഗ് എടുത്ത പണി കോൺഗ്രസും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ആത്മവിശ്വാസം ലീഗിനാണ് കൂടുതൽ കോൺഗ്രസിനേക്കാൾ. നേരത്തെ അരുൺ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് ലീഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം അധികാരത്തിലില്ല. അപ്പോൾ ഇനി അധികാരത്തിലില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് തന്നെ ലീഗ് നന്നായി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിലെ 40 മുതൽ 45 വരെ സീറ്റുകളിൽ വിജയം നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതേസമയം ഒരു 80 വരെ സീറ്റുകളിൽ ഒരുപക്ഷെ ഇതൊരു ഫാക്ടർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഈ ലീഗ് വിജയം നിർണ്ണയിക്കുന്ന സീറ്റുകൾ എവിടെയാണ്? അത് കോഴിക്കോടാണ്, അത് മലപ്പുറമാണ്, 2 കണ്ണൂരാണ്, 4 കാസർഗോഡാണ്. അങ്ങനെ ഈ 4 ജില്ലകളിൽ ലീഗ് വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് വിജയം നിർണ്ണയിക്കുന്നതിൽ. അതിൽ കണ്ണൂരും കാസർഗോഡും CPM-ന്റെ കോട്ടയാണ്. അവിടെ ലീഗ് എങ്ങനെ കടന്നു കയറും? അതൊരു പക്ഷേ കാസർഗോഡ് ഒരുപക്ഷെ 1-2 സീറ്റുകളിലധികം ലീഗ് കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഈ ലീഗ് വോട്ടുകൾ എങ്ങനെ പോകും എന്നുള്ളത്. അപ്പോൾ ഒരു കൺസോളിഡേഷൻ സംസ്ഥാന വ്യാപകമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ ലീഗിന്റെ ഈ ഒരു പ്രവർത്തനം സ്വാധീനം ചെലുത്തിയേക്കാം. അതേസമയം അങ്ങനെ തന്നെയാണോ സുനിൽ? അത് ശരിക്കും മുസ്ലിം
കമ്മ്യൂണിറ്റി എന്ന രൂപത്തിൽ തന്നെ അത് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള വിഷയങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, ലീഗ് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ലീഗിനെതിരെ ലെഫ്റ്റിലെ മുസ്ലിംസ് ഇവർക്ക് പക്ഷേ അതിനകത്ത് ആശങ്കയില്ല എന്നുള്ളതാണ് ലെഫ്റ്റിന്റെ കോൺഫിഡൻസ്. അല്ല, SDPയെ ചിലയിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്തി പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോഴും ചിലയിടത്ത് SDPയെ സ്ഥാനാർത്ഥി SDPയെ എത്രത്തോളം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ചോദിക്കേണ്ടി വരും. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. ഇപ്പൊ നോക്കൂ, മുഹമ്മദ് റിയാസ് ഇന്ന് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധിക്കണം. ഞാൻ ബേപ്പൂർ ജയിക്കും, മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ജയിക്കും, മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടില്ല, അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുമെന്ന് കൂടിയാണ്. അപ്പോൾ അത് പരാജയപ്പെടുകയാണെങ്കിൽ പറയാവുന്ന ഒരു കാര്യമായി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചെറുവണ്ണൂർ, നല്ലളം പഞ്ചായത്തുകളൊക്കെ സോണുകളായി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ 10,000 വോട്ടിന് ലീഡ് കഴിഞ്ഞവണ റിയാസിനുണ്ട്. അവിടെ ഇപ്പോൾ 5,000-ൽ താഴെ പോയാൽ അത് അപകടമാണ്. അത് അൻവറിന് അനുകൂലമാകും. അൻവറിന് ആ കോൺഫിഡൻസ് അവിടെ കാണുന്നത് ഒരു കൺസൾട്ടേഷൻ പ്ലസ് ഭരണവിരുദ്ധ വികാരം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ബേപ്പൂരിൽ PV അൻവറിന് വിജയം ഉണ്ടാവുകയാണെങ്കിൽ 2 ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒന്ന് ഭരണവിരുദ്ധ വികാരം പ്ലസ് ഈ ന്യൂനപക്ഷ ഏകീകരണം.